750 അടുത്ത് വരും. 750 കോടി വരും. ഇത് പറഞ്ഞത് കുറച്ചാണ്, അങ്ങനല്ല, 750 കോടി വരും. അതുകൊണ്ട് അവിടെ എന്താണ് ചെയ്യുക എന്നുള്ളത് കേരള നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേരളത്തിലുള്ള എല്ലാ പാർട്ടികളെ വിളിച്ചിട്ടും യോഗം വിളിച്ചിട്ട് അവരോടും പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരമുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. ഇന്ന് ഈ ഒരു വയനാട്ടുകാരനായിട്ട് അത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് അവർ. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് അതിന്റെ അവസാനത്തെ വിധി വന്നു. എന്താ പ്രശ്നം? ഈ വീട് വെച്ചു കൊടുക്കാനുള്ള സ്ഥലം സർക്കാർ ഏറ്റെടുത്തപ്പോൾ ആ ഭൂമിന്റെ ഉടമക്കാർ ഹൈക്കോടതി കേസ് കൊടുത്തു. അങ്ങനെ ഹൈക്കോടതിന്റെ ഡിവിഷൻ ബെഞ്ച് അത് എന്താക്കി, സർക്കാരിന് അനുമതി കൊടുത്തു. 26 കോടി റുപ്യ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. സർക്കാർ വർക്ക് ചെയ്തപ്പോൾ ഇവര് അതിന്റെ മുകളിലെ ബെഞ്ചിൽ കേസ് കൊടുത്തു. ആ കേസിന്റെ വിധി ഇന്നലെ അതായത് ആദ്യം 26 കോടി കൊടുത്തിട്ട് അവിടെ എന്താക്കി, തറക്കല്ലിടൽ നടന്നു. ഇജ് കണ്ടുണ്ടാവുമല്ലോ അവിടെ വലിയ പരിപാടിയൊക്കെ നടന്നത്. പക്ഷെ അതിന്റെ ശേഷം വർക്ക് നടന്നിട്ടില്ല. കാരണം എന്താണ്, ഇവര് മുകളിലെ ബെഞ്ചിൽ പോയി ഹൈക്കോടതിയിൽ. അപ്പോൾ അതിനെതിരെയുള്ള വിധി ഇന്നലെ വെള്ളിയാഴ്ച ഉച്ചന്റെ ശേഷമാണ് വിധി വന്നത്. വിധി വന്നപ്പോൾ ആ വിധിയിൽ എന്താ പറഞ്ഞറിയോ, മുമ്പ് കൊടുത്ത 26 കോടി അല്ലാതെ ഒരു 18 കോടി കൂടി ഈ ഭൂമിന്റെ ഉടമക്കാർക്ക് കൊടുക്കണം എന്നാണ്. സർക്കാർ അപ്പം തന്നെ ആ പൈസ കോടതി കെട്ടി. കോടതി ഉത്തരവ് സർക്കാരിന് കിട്ടുന്നത് എപ്പോഴാണ് റജി? രാത്രി 8 മണിക്കാണ്. 11 മണിക്ക് തന്നെ ആലോചിച്ച് നോക്കണം. ഉച്ചക്ക് വിധി വരുന്നു, പൈസ കിട്ടുന്നു, കോടതി വിധി കിട്ടുന്നു. രാത്രി 11 മണിക്കാണ് ഈ പറഞ്ഞ മേപ്പാടിയിൽ പോയിട്ട് ഈ ഭൂമി ഏറ്റെടുത്തതായിട്ടുള്ള സർക്കാർ ഉത്തരവ് ബോർഡ് അവിടെ വെച്ചത്. രാത്രി നാളെ ചെയ്താൽ മതി, പക്ഷെ ഇന്നലെ തന്നെ ചെയ്തു. ഇന്ന് രാവിലെ അവിടെ ഇതിനുള്ള വർക്കും തുടങ്ങി. ഏത് JCB വെച്ചിട്ട് വയനാട്ടുകാരനായിട്ട് അതൊക്കെ കണ്ടിട്ടില്ല പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട പരിപാടി. അതൊന്നും 4 മനുഷ്യന്മാർ വരുന്നിടത്തൊന്നും പറയാൻ പറ്റുന്ന സംഭവമല്ല. അപ്പോൾ അതവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇജ് പറഞ്ഞു 750 കോടിയാണ് ഇജ് അടക്കം കൊടുത്തു എന്ന് പറയുന്നത് ആ പൈസ ഉള്ളത്. എന്നാൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ ഒരു 750 കോടി കൂടി ആക്കി വെച്ചിട്ടുണ്ട്. എന്തിന്? ആ 750 കോടി കൊണ്ട് അവിടെ ഈ പറഞ്ഞ ആളുകൾക്കുള്ള വീടും അവർക്ക് വേണ്ട സ്കൂളായാലും അംഗനവാടി ആയാലും ഹോസ്പിറ്റലായാലും ഇതൊന്നും റോഡുകളായാലും ഇതൊന്നും ഉണ്ടാക്കാൻ തികയൂല. കാരണം അത്തരം വീടുകളാണ് അവിടെ ഉണ്ടാക്കുന്നത്. പ്രയോറിറ്റി വൈസിലാണ് വീടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവെന്ന് ഒരു 750 കോടി വെച്ചു. അത് കണ്ടിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. 750 കോടി രൂപ വയനാടിന് വേണ്ടിയിട്ട് ഈ ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്. അത് വെക്കാൻ കാരണം എന്താ? അനക്കും എനിക്കൊക്കെ അവകാശപ്പെട്ടൊരു പൈസ കേന്ദ്ര സർക്കാർ തന്നില്ല, മോഡി തന്നില്ല. ഇന്ത്യ രാജ്യത്ത് ഏതൊരു സ്റ്റേറ്റിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ആ ദുരന്തങ്ങൾ ഇന്ന് ജനങ്ങൾക്ക് വേണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൊടുക്കാനൊരു ഫണ്ടുണ്ട്, ദുരന്ത നിവാരണ ഫണ്ട്. ആ ഫണ്ടിൽ നിന്ന് 1 രൂപ നമുക്ക് തന്നില്ല. അതിന് നിങ്ങൾക്ക് പരാതിയില്ല. അവകാശപ്പെട്ടാട്ടോ, ഔദാര്യമല്ല. അതായത് ഓരോ വർഷവും കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റിൽ 1 ലക്ഷം കോടി രൂപയിലധികമാണ് ഇതിനും വേണ്ടി ഫണ്ട് നീക്കിയേക്കുന്നത്. 1 ലക്ഷം കോടി. അതിന് ഓരോ കൊല്ലം ഓരോ സ്റ്റേറ്റുകൾക്ക് കുറച്ചീച്ച പൈസ കൊടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഈ മഴക്കാലത്തൊക്കെ വരുന്ന ചെറിയ കലാമിറ്റികളുണ്ടല്ലോ, അതിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതുപോലുള്ള വൻ ദുരന്തം, ഇപ്പോൾ വയനാട്ടിൻ്റെ 250ഓളം ആളുകൾ മരിച്ച ദുരന്തം, അതിന് സ്പെഷ്യൽ ഫണ്ട് ഇതിൽ നിന്ന് കൊടുക്കണം. ഇതുവരെയായിട്ട് തന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും പരാതിയില്ല. എനിക്ക് പരാതിയില്ല. എന്താണ് ഇവിടെ കിട്ടിയ 750 എവിടെ എന്നാണ് ഉറക്കത്തിലും ചോദിച്ചത്. എന്നാൽ നമുക്ക് കിട്ടേണ്ട പൈസ ഏത്? നമ്മളതിൻ്റെ കണക്കും കാര്യമൊക്കെ കൊടുത്തു, തന്നില്ല. നിങ്ങൾക്ക് പരാതിയില്ല. നിങ്ങൾക്ക് പരാതി ഉണ്ടാവില്ല. എന്താണ് എനിക്ക് പരാതി ഇല്ലാത്തതെന്ന് ഇജ് എന്നോട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം എന്താ പറയുക, ഞാനും ഇജും നികുതി കൊടുക്കണ പൈസയെന്നാണ് കേന്ദ്ര സർക്കാർ ഈ ഓരോ വർഷവും 1 ലക്ഷത്തിൽ വരെ 1.10 എനിക്ക് തോന്നുന്നു, 1,10,000 കോടിയാണ്. എന്നിട്ട് ഇതേ കേന്ദ്ര സർക്കാർ മറ്റ് സ്റ്റേറ്റുകളിൽ ഇതുപോലുള്ള കെടുതികൾ ഉണ്ടാവുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാശ് കൊടുക്കുന്നു. പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന ആന്ധ്രാപ്രദേശ്, ത്രിപുര, പിന്നെ ഇതുപോലുള്ള ബീഹാർ പോലുള്ള സ്റ്റേറ്റുകൾക്ക് ഓല് ചോദിക്കണതിന് മുന്നേ പൈസ കൊടുക്കണം. നമ്മൾ ചോദിച്ചിട്ടും മുഖ്യമന്ത്രി 2-3 പ്രാവശ്യം ചോദിച്ചിട്ടും നമുക്ക് തരുന്നില്ല. നിങ്ങൾക്ക് പരാതിയില്ല.